വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ട്രേഡ്സ്മാൻ ഫിറ്റർ എക്സാമിൻ്റെ പ്രൊഫഷണൽ കീയിൽ വന്ന മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 24. വിച്ച് സ്ക്രാപ്പർ ഈസ് യൂസ് ടു സ്ക്രൈപ്പ് സ്മോൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡിബറിംഗ് എഡ്ജസ് ഓഫ് ഹോൾസ്? ഓപ്ഷൻ എ ഫ്ലാറ്റ് സ്ക്രാപ്പർ, ട്രയാങ്കുലർ സ്ക്രാപ്പർ, ഹുക്ക് സ്ക്രാപ്പർ, ബുൾനോ സ്ക്രാപ്പർ. ഇതായിരുന്നു ഓപ്ഷൻ. അവർ ആൻസർ കൊടുത്തിരുന്നത് ഓപ്ഷൻ സി ഹുക്ക് സ്ക്രാപ്പറാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ട്രയാങ്കുലർ സ്ക്രാപ്പറാണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസിനായിട്ട് നമുക്ക് ഫിറ്റർ NSQF ലെവൽ 5 സെമസ്റ്റർ 2 അല്ലെങ്കിൽ വോളിയം 2 ഫസ്റ്റ് ഇയർ, ഓക്കെ, പേജ് നമ്പർ 82, അതിൽ 3 സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കുലർ സ്ക്രാപ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോർ സ്ക്രാപ്പിംഗ് സ്മോൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡിബറിംഗ് എഡ്ജസ് ഓഫ് ആക്യുറേറ്റ് ഹോൾ. ഇപ്പം നമുക്ക് ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ബുക്കിൻ്റെ റെഫറൻസ് ആയിട്ട് പേജ് നമ്പരോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ്. ഫോർ ഇൻസ്പെക്ഷൻ പർപ്പസ് ഡാഷ് സ്ലിപ്പ് ഗേജസ് ആർ യൂസ്ഡ്. അപ്പോൾ ഇതിൽ അവർ ആൻസർ കീ, പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി 00 ഗ്രേഡ് ആണ്. ഓക്കെ, ആക്ച്വലി ഇൻസ്പെക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് 0 ഗ്രേഡ് ആണ്. ഇതെന്ന് പറയുന്നത് കാലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഗ്രേഡാണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് സെമസ്റ്റർ 3, ഓക്കെ, 3rd സെമസ്റ്റർ ഫിറ്റർ NSQF ലെവൽ 5 പേജ് നമ്പർ 43, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ വോളിയം 1. ഓക്കെ, അതിൽ ഗ്രേഡ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രേഡ് 00 ആക്യുറസി വരുന്നത് കാലിബ്രേഷൻ ഗ്രേഡും, ഗ്രേഡ് 0 ആക്യുറസി പറയുന്നത് ഇൻസ്പെക്ഷൻ ഗ്രേഡിനുമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്വേജ് ബ്ലോക്ക്? വാട്ട് ഈസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്വേജ് ബ്ലോക്ക്? അവർ പ്രൊഫഷണൽ കീയിൽ കൊടുത്തിരുന്ന ആൻസർ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലാണ്. അത് റോങ് ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാലിയബിൾ കാസ്റ്റ് അയൺ ആണ്. അതിൻ്റെ റെഫറൻസിനായിട്ട് നമുക്ക് പഴയ ടെക്സ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഫിറ്റർ ഫസ്റ്റ് സെമസ്റ്റർ, ഓക്കെ, ഫിറ്റർ ഫസ്റ്റ് സെമസ്റ്റർ പേജ് നമ്പർ 120, അതിൽ സ്വേജ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വേജ് ബ്ലോക്സ് നിർമ്മിച്ചിരിക്കുന്നത് മാലിയബിൾ കാസ്റ്റ് അയൺ ആണെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ആ ക്വസ്റ്റ്യനെ നമുക്ക് ചലഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 61. വെൻ ബോട്ടം സ്വേജ് ആൻഡ് ടോപ്പ് ഫുള്ളർ ആർ യൂസ്ഡ് ടുഗദർ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ഇസ് ഡൺ? അപ്പം ഇത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്ഷൻ എ ഡ്രോയിങ് ഔട്ട്, ഹോളോയിങ്, ജമ്പിങ്, ബെൻഡിങ്. എല്ലാവരും ഇത് 2 ഓപ്ഷനെ വരുമെന്നായിരിക്കും പ്രതീക്ഷിച്ച് ആൻസർ കീ. പക്ഷെ അവർ ഇത്തവണ വെറൈറ്റിക്ക് ജമ്പിങ് പിടിച്ച്. അപ്പോൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ ആൻസർ വന്നിരുന്നത് ഡ്രോയിങ് ഔട്ടായിരുന്നു. ഓക്കെ, പക്ഷേ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹോളോയിങ് ആണ്. ഹോളോയിങ് ആണ് ബോട്ടം സ്വേജും ടോപ്പ് ഫുള്ളറും ഒരുമിച്ച് കൂടി ചെയ്യുന്നത്. അതായത് ഹോളോയിങ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കുഴിഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ബോട്ടം സ്വേജും അതിനോടൊപ്പം ടോപ്പ് ഫുള്ളറുമാണ് യൂസ് ചെയ്യുന്നത്. ഡ്രോയിങ് ഔട്ട് എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ 2 ഫുള്ളേഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡ്രോയിങ് ഔട്ട് ഇവിടെ ആൻസറായിട്ട് വരാമായിരുന്നു. ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്നത് ആ ലെങ്ത് കൂട്ടിയെടുക്കുന്ന, ക്രോസ് സെക്ഷൻ കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് പഴയ ആൻസർ കീ വേണമെങ്കിൽ ഡ്രോയിങ് ഔട്ട് ആൻസർ ചെയ്തിട്ടുള്ളവർക്ക് പഴയ ആൻസർ കീ വെച്ച് ചലഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് MCQ ഫൈൻഡർ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഇതിൻ്റെ ആൻസർ ലിങ്കായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഹോളോയിങ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഫോർ ഫോർജിങ് ലോ കാർബൺ സ്റ്റീൽ? ഇപ്പോൾ ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആൻസർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി ആണ് ലോ കാർബൺ സ്റ്റീലിൻ്റെ ഫോർജിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1300 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിൻ്റെ പേജ് നമ്പർ ഫസ്റ്റ് സെമസ്റ്റർ ഓൾഡ് ഫിറ്റർ എക്സാമാണ്. ഓക്കെ, ഫിറ്റർ ഫോർജിങ്ങിൻ്റെ ടോപ്പിക്കാണ്. അതിൽ പേജ് നമ്പർ 114, ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോ കാർബൺ സ്റ്റീൽ 1300 ഡിഗ്രി സെൽഷ്യസ്, ഹൈ കാർബൺ സ്റ്റീലും ലോ അലോയ് സ്റ്റീലാണ് 1100 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്.
ഇനി നമുക്കൊരു ഇത്രയും ക്വസ്റ്റ്യനാണ് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 25. വേർ വിൽ യു കോൺസെൻട്രേറ്റ് വൈൽ ചിപ്പിംഗ്? ഇതിലുള്ള ഓരോ ആൻസറും, ഇപ്പോൾ ആൻസർ കൊടുത്തിരിക്കുന്ന കട്ടിങ് എഡ്ജ് ഓഫ് ദ ചിസലാണ്. ഓക്കെ, ഹെഡ് ഓഫ് ചിസൽ ഉണ്ട്, ഹെഡ് ഓഫ് ഹാമർ ഉണ്ട്, ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആൻസർ വേണമെങ്കിൽ വരാം. ചിസലിൽ നോക്കാം. ഓക്കെ, കട്ടിങ് എഡ്ജ് ഓഫ് ദ ചിസൽ, ചിസലിൻ്റെ കട്ടിങ് എഡ്ജിൽ നോക്കാം, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ചിസലിൽ നോക്കാം, പിന്നെ അത് ഹോൾഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഹാമർ സ്ട്രൈക്ക് ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ കയ്യിലായിരിക്കും. ആ രീതിയിലും നമുക്ക് മൾട്ടിപ്പിൾ ആൻസർ ഉണ്ടെന്നുള്ള രീതിയിൽ ഇതിനെ ചലഞ്ച് ചെയ്ത് നോക്കാം. എത്രത്തോളം വലിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ ഇത്രയൊക്കെ ചലഞ്ച് ചെയ്താലും PSCക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. റൈറ്റ് ആൻസേഴ്സ് ഉള്ളത് അവർ ക്യാൻസലും ചെയ്യും, അല്ലാത്ത ഈ റോങ് ആൻസേഴ്സ് അതേപോലെ ഫൈനൽ ആൻസർ കീയിൽ നിർത്തുകയും ചെയ്യും. അത് അവർ തുടർന്നുകൊണ്ടേയിരിക്കും ആ പരിപാടി. ജൂനിയർ ഇൻസ്ട്രക്ടർ ACD എന്ന് പറയുന്ന എക്സാമിന് 16 ക്വസ്റ്റ്യനാണ് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, അത് ഫുള്ള് മിസ്റ്റേക്ക് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ഇതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ, അതിൽ ചലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തില്ലെന്ന് മാത്രമല്ല, ശരിയായ ആൻസറുള്ള 6 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തോളാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഇത് ചലഞ്ച് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് റൈറ്റ് ആൻസേഴ്സ് പ്രൊഫഷണൽ ആൻസർ കീയിലുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാൻ വെറുതെ നിൽക്കരുത്. അത് എല്ലാവരെയും ബാധിക്കും, നിങ്ങളെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് എല്ലാവരും ചലഞ്ച് ചെയ്തിരിക്കണം. പിന്നെ ചിസലിൻ്റെ കാര്യം, അത് B ഓപ്ഷൻ റൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളവർ ചലഞ്ച് ചെയ്യാൻ നിൽക്കണമെന്നൊന്നുമില്ല, വെറുതെ അവരുടെ മാർക്ക് തന്നെ കളയുന്നു. അല്ലാത്തൊരു ഇൻഡിവിജ്വലായിട്ട് ചലഞ്ച് ചെയ്യുക. പിന്നെ ഈ ഹോളോയിങ്ങിൻ്റെയും ഡ്രോയിങ് ഔട്ടിൻ്റെ കാര്യത്തിലും രണ്ടഭിപ്രായം കാണും. ചിലർ ഡ്രോയിങ് ഔട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്, ചിലർ ഹോളോയിങ് ആയിരിക്കും. ഇത് PSCക്ക് പറ്റിയ തെറ്റാണ്. കഴിഞ്ഞ തവണ ഡ്രോയിങ് ഔട്ട് അവർ ഫൈനൽ ആൻസർ കീയിൽ അത് തന്നെ കൊടുത്തു, ഹോളോയിങ് കൊടുത്തില്ല. അപ്പോൾ ഈ തെറ്റ് അവർ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ചലഞ്ച് ചെയ്യണം. ഇത്തവണയെങ്കിലും ആൻസർ കീയിൽ മാറ്റം വരണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാവണം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് വേണ്ടി നമുക്ക് അടുത്ത ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ തുടങ്ങാം. താങ്ക്സ് ഫോർ വാച്ചിങ്.